അജ്മീറിൽ ഒരു മദ്രസാധ്യാപകനെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് വളരെ രസകരമായ ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വാർത്തയിൽ ആ മദ്രസയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ് ഈ ക്രൂരകൃത്യം ചെയ്തതെന്നും അവരോട് ലൈംഗികാതിക്രമം പ്രവർത്തിച്ചതുകൊണ്ട് അദ്ദേഹത്തെ തലയ്ക്കടിച്ച് കൊന്നതാണെന്നുമാണ് ആ വാർത്ത. വർത്തമാന കാലഘട്ടത്തിൽ കൊല്ലപ്പെടുന്ന ഈ പേരുകാരെ സംബന്ധിച്ചിടത്തോളം ഇനി പിടിക്കാൻ സാധ്യതയുള്ളത് ഇത്തരം പ്രതികളേ ഉള്ളൂ. റിയാസ് മൗലവി തനിയെ കുത്തി മരിച്ചതാണ്. പിന്നെ ബൾക്കീസ് ബാനു സ്വയം അവരെ തന്നെ അവർ പീഡിപ്പിച്ചതാണ്. പിന്നെ അഖിലാക്ക് മുതൽ തെരുവിൽ വെച്ച് അടിച്ച് കൊല്ലപ്പെട്ടവരെയൊക്കെ ഒന്നെങ്കിൽ കൊന്നത് മനോരോഗിയാണ്, അല്ലെങ്കിൽ അവർ സ്വയം അങ്ങനെ ചെയ്തതാണ്. അത്തരം നറേറ്റീവുകൾക്ക് ഒരു പഞ്ഞവുമില്ല. ഏതായാലും പുതിയ കഥ വളരെ ശ്രദ്ധേയമാണ്. പ്രിയപ്പെട്ടവരെ, വർത്തമാനകാല ഇന്ത്യയിൽ ഇത്തരം നറേറ്റീവുകൾക്ക് യാതൊരു പഞ്ഞവും ഉണ്ടാകില്ല. ഹോമോസെക്ഷുവാലിറ്റി ഒരു യാഥാർത്ഥ്യമാണ്. അത് ജാതിമത ഭേദമന്യേ എല്ലാവരിലും ഉണ്ട്, എല്ലാ സമുദായത്തിലും ഉണ്ട്, എല്ലാ വിഭാഗത്തിലും ഉണ്ട്. HIV എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി, നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ തുടങ്ങിയവയൊക്കെ ഈ HIV എയ്ഡ്സ് പ്രിവെൻഷനുമായി ബന്ധപ്പെട്ടും ലൈംഗിക രോഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു വലിയ ടാർഗറ്റ് പോപ്പുലേഷനാണ് MSM അഥവാ മെയിൽ സെക്സ് വിത്ത് മെയിൽ അല്ലെങ്കിൽ ഹോമോസെക്ഷൽസ് എന്ന് പറയുന്നത്. ഇതിൽ വലിയ വിദ്യാഭ്യാസമുള്ളവരുണ്ട്, വ്യത്യസ്ത ജോലി ചെയ്യുന്നവരുണ്ട്, അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട് ഈ സമൂഹത്തിൽ. പക്ഷേ പലപ്പോഴും ഇത് കുത്തിക്കൊണ്ട് വെച്ചു കൊടുത്തിരിക്കുന്നത് മദ്രസാധ്യാപകർക്കാണ്. അവർ നല്ല പുള്ളികളാണെന്നല്ല ഞാൻ പറയുന്നത്, അവർക്ക് ഇച്ചിരി കൂടുതൽ സോക്കേടുണ്ട്. കാരണം റോ മെറ്റീരിയൽ കൂടുതൽ അവൈലബിൾ ആകുന്നിടത്ത് കൂടുതൽ പ്രൊഡക്ഷൻ നടക്കും എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമേ ഉള്ളൂ ഇതിൽ. അപ്പോൾ അതുകൊണ്ട് അവിടങ്ങളിലൊക്കെ ഉണ്ട്, പല സ്ഥലങ്ങളിലുമുണ്ട്, പല മതത്തിൻ്റെയും പല പ്രധാനപ്പെട്ട ആളുകൾക്കുമുണ്ട്. ഇനി എല്ലാം പോട്ടെ, ഒരിക്കൽ കേരള നിയമസഭ കുറച്ചു കാലം ആരെയും അപരിചിതരെ അകത്ത് കയറ്റരുത് എന്ന് പറഞ്ഞിട്ട് പണ്ട് ജി കാർത്തികേയൻ സാറ് സ്പീക്കറായിരുന്നപ്പോൾ വലിയ കടുത്ത നിയന്ത്രണം കൊണ്ടുവന്നു. അതിൻ്റെ കാരണം സുരക്ഷിതത്വമെന്നൊക്കെ പുറമേ പറഞ്ഞെങ്കിലും അന്ന് ഞാൻ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയിലൊക്കെ പ്രവർത്തിക്കുന്ന സമയമായതുകൊണ്ട് അതിൻ്റെ സ്റ്റോറി എനിക്കറിയാമായിരുന്നു എന്താണ് കാര്യമെന്ന്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പോൾ അജ്മീറിലെ സംഭവമാണ് കഴിഞ്ഞ ദിവസം വാർത്തയാക്കി അടിച്ചു തകർത്തിരിക്കുന്നത്. അജ്മീറിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവിടെ ഒരു പുരോഹിതനെ, ഒരു പള്ളിയിലെ മദ്രസാധ്യാപകനെ അടിച്ചു കൊന്നു. മുഖമൂടി ധരിച്ചവർ വന്ന് അടിച്ചു കൊന്നു എന്നാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് ഭയങ്കരമായ അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ആ മദ്രസാധ്യാപകൻ അവിടുത്തെ വിദ്യാർത്ഥികളിൽ ലൈംഗികാതിക്രമം നടത്തിയതുകൊണ്ട് മനംനൊന്ത് കുട്ടികളാണ് അത് ചെയ്തത്. നല്ല നറേറ്റീവ് അല്ലേ? വളരെ ഈസി അല്ലേ പറയാൻ? ഇനി കുട്ടികളെ ശിക്ഷിക്കുമോ? ഇല്ല. കാരണം അവർ ഈ ജുവനൈൽസ് ആയതുകൊണ്ട് അതിന് ആ ലെവലിലുള്ള സംഗതികളെ ഉണ്ടാവും. പിന്നെ നടന്നിരിക്കുന്നത് പ്രതിരോധമാണ്, പ്രത്യാക്രമണമല്ല. അപ്പോൾ അതുകൊണ്ട് ആ കഥ അങ്ങനെ അങ്ങ് അവസാനിക്കും. വേറെ പ്രതികളെ ഒന്നും പിടിക്കേണ്ടതില്ല. അപ്പം നിങ്ങൾ ചോദിക്കും, അവിടെ അല്ലാതെ ആര് കൊല്ലാനാണെന്ന്. അല്ലാതെ കൊന്നവരുടെ കഥ ഇഷ്ടംപോലെ ഉണ്ടല്ലോ, പത്രം വായിച്ചു നോക്കിയാൽ. ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട എത്രയോ മനുഷ്യരെയാണ് പല കാരണങ്ങളിൽ അടിച്ചു കൊന്നിരിക്കുന്നത്. ഏതെങ്കിലും ഇറച്ചി റോഡിലൂടെ കൊണ്ടുപോയാൽ പശു ഇറച്ചിയാണെന്ന് പറഞ്ഞ് അങ്ങ് അടിച്ചു കൊല്ലില്ലേ? വെറുതെ ട്രെയിനിൽ കയറി എന്തോ ബാഗിനകത്ത് തുണിയും വാങ്ങിച്ചുകൊണ്ട് പോയ അഖിലാക്ക് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അടിച്ചങ്ങ് കൊന്നില്ലേ? പിന്നെ ഇപ്പോഴും നടന്ന് നീതിക്ക് വേണ്ടി കരയുന്ന ബൾക്കീസ് ബാനുവിനെ എന്തിനാ ചെയ്തത്? അവരുമായി സഹകരിക്കുന്നവരും എന്നും കാണുന്നവരും അടക്കമുള്ളവരല്ലേ അവരെ പീഡിപ്പിച്ചത്. എന്നിട്ട് ആ പ്രതികൾക്ക് നൽകിയ സ്വീകരണം എന്താണ്? ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുന്നിൽ ഈ നറേറ്റീവിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇലക്ഷനും കൂടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനൊക്കെ വലിയ ഉപയോഗമുണ്ട്. പ്രാദേശികമായ ധ്രുവീകരണമോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഒക്കെ ഉണ്ടാക്കുന്നതിനും യവന്മാർ വെറും ഹമുക്കന്മാരും അപരിഷ്കൃതവാദികളും ഒക്കെ ആണെന്ന് സ്ഥാപിക്കാൻ ഇതിനേക്കാൾ നല്ല ഏത് കഥയാണുള്ളത്? അതുകൊണ്ട് ഇതിലൊന്നും അത്ഭുതപ്പെടാനില്ല. ഇതങ്ങ് ഉത്തരേന്ത്യയിലെ മാത്രമല്ലല്ലോ, നമ്മുടെ കൺമുന്നിൽ ഒരു റിയാസ് മൗലവി കൊല്ലപ്പെട്ടിട്ട് പ്രതികളെല്ലാം അങ്ങ് ഊരിപ്പോയില്ലേ? എന്നിട്ട് ആരെങ്കിലും അപ്പീലിന് പോവുമോ? ഏതെങ്കിലും മുസ്ലിം സംഘടന പോവുമോ? ആരെങ്കിലും അങ്ങനെ എതിർക്കുമോ? ഒന്നുമില്ല. ഇത് ഉത്തരേന്ത്യയിലെ BJP ന്യായം മാത്രമല്ല, ഇന്ത്യയിൽ മുഴുവൻ സ്പ്രെഡ് ചെയ്തിരിക്കുന്ന ഒരു ന്യായമാണ്. അതുകൊണ്ട് ഇത് കേട്ടപ്പോൾ എനിക്ക് ഞെട്ടലൊന്നും തോന്നിയില്ല. ഞാൻ പ്രതീക്ഷിച്ചത് ഇത് തന്നെയാണ്. ഇന്നത്തെ ദിവസം മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട്. നരേന്ദ്ര ദബോൾക്കർ എന്ന് പറയുന്ന വലിയൊരു എത്തിസ്റ്റായ, പല കാര്യങ്ങളിലും വ്യത്യസ്തമായ വീക്ഷണം പുലർത്തുന്ന ഒരാളിനെ കൊന്നു.
മഹാരാഷ്ട്ര, കർണാടക പോലീസാണ് അന്വേഷിച്ചത്. കഴിഞ്ഞ ദിവസം അതിൻ്റെ വിധി പ്രസ്താവന നടന്നപ്പോൾ ജഡ്ജി പറഞ്ഞെന്തെന്നറിയോ? 4 പേരോ 5 പേരോ ഉണ്ടായിരുന്നു, 3 പേരെ വെറുതെ വിട്ടു, 2 പേരെ ശിക്ഷിച്ചു. ആ ശിക്ഷയുടെ വിധി തന്നെ ജഡ്ജി നിസ്സഹായമായി പറയുന്നുണ്ട്. ഇതിൻ്റെ പിന്നിലുള്ള കോൺസ്പിറസി എന്താണ്, എന്തിനാണ് കൊന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് തെളിയിക്കാൻ പോലീസ് മെനക്കെട്ടിട്ടുമില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ റിയാസ് മൗലവിയെ പോലെ തന്നെ വെറുതെ അങ്ങ് കൊന്നു. പിന്നെ എന്താണ് അദ്ദേഹം ശിക്ഷിച്ചതെന്ന് ചോദിച്ചാൽ, എല്ലാവരെയും വെറുതെ വിട്ടു എന്ന് കേട്ടാൽ ജഡ്ജിയെ തെറി വിളിക്കുമല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം പേരിനൊരു ശിക്ഷ കൊടുത്തുവെന്നേ ഉള്ളൂ. കൊന്നത് സനാതൻ സന്നദ്ധാൻ എന്നൊക്കെ പറയുന്ന ഏതോ റൈറ്റ് വിങ് എക്സ്ട്രീം ഓർഗനൈസേഷനിലെ ആളുകളാണ്. മുഴുവൻ ആളുകൾക്കും അവിടെയുള്ളവർക്കുമൊക്കെ കൊന്നതെന്താണെന്നും കൊന്നതെന്തിനാണെന്നും നന്നായി അറിയാം. പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നറേറ്റീവ് വേറൊന്നാണ്. ഏതായാലും ഈ മൗലവി ആത്മഹത്യ ചെയ്തതാണെന്ന് പറയാതിരുന്നത് മഹാഭാഗ്യം. തലയ്ക്കടിച്ച് തല ചിന്നിച്ചെതറി പോയതുകൊണ്ട് അങ്ങനെ പറയാൻ നിർവാഹമില്ലാത്തതുകൊണ്ടാണ് പാവം അവിടെ ഓതുന്ന കുട്ടികൾ കൊന്നു. അതിൻ്റെ കാരണവും ലൈംഗികാതിക്രമം.